ഹായ്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഫേസില് ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ആകെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് മാത്രമാണ്. വേറെ ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു നോ മേക്കപ്പ് ലുക്കിൽ വന്നതിന്റെ കാരണം, നോ മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ലിപ്സ്റ്റിക് ഉണ്ട് എങ്കിലും നമുക്ക് നോ മേക്കപ്പ് എന്ന് പറയാം. നോ മേക്കപ്പ് ലുക്കിൽ വന്ന കാര്യം മൊത്തം പോയി. നോ മേക്കപ്പ് ലുക്കിൽ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നല്ല രണ്ട് പ്രൊഡക്റ്റിന്റെ ഞാൻ യൂസ് ചെയ്ത് ഒരു 1 മന്തോളം ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എന്റെ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്റെ ചാനലിൽ നേരത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്ന ചുരുക്കം ചില പ്രൊഡക്ട്സ് മാത്രമേ, ഒരുപാടൊന്നും ഇല്ല, 1, 2, 3 പ്രൊഡക്ട്സ് ഒക്കെ മാത്രമേ ഞാൻ എന്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മേടിച്ച് അപ്പൊ തന്നെ എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഇതിനകത്ത് എന്റെ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ അതേപോലെ ഉള്ള ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ബ്രാൻഡും. ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്രദമാകും, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് 100% ഷുവർ ആണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ലാഗ് അടിക്കാതെ നമ്മുടെ പ്രൊഡക്റ്റ് ഏതൊക്കെയാന്ന് നോക്കിയാലോ. അപ്പൊ അതിൽ ആദ്യം വരുന്ന പ്രൊഡക്റ്റ് ആണ് പ്ലമ്മിന്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് സെറം. അപ്പൊ ഈ സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, യൂസ് ചെയ്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ഇനി ചെയ്യാൻ പോകുന്നവർക്ക്, കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് മേടിക്കാം. ഇപ്പൊ ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ റൈസ് വാട്ടർ നിയാസിനമൈഡ് സെറം. നിയാസിനമൈഡ് 10%ഓളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിക്കോട്ടെ, അതുപോലെ കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സ്കിന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു പാക്കേജിലൊക്കെയാണ് വരുന്നത്. അത് ഇതിങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. ഇതിന്റെ ഒരു ബോട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് നല്ലൊരു അരിയില്ലേ, റൈസ് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചരിയുടെ ഒക്കെ ഒരു മണമില്ലേ, പച്ചരിയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു മണമുണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത് കേട്ടോ. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്റെ ഫേസിലൊന്നും ഇടാതിരിക്കുന്നത് തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരാം. കണ്ട, കണ്ടു നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്താലും എന്ത് ചെയ്യണം, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, എന്ത് സാധനം നമ്മൾ യൂസ് ചെയ്താലും അത് നമ്മുടെ നെക്കിലും കൂടെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും മേടിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ പർപ്പിളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 1 മന്തിനോടടുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു ലെവലിലൊക്കെ ഇരിക്കും നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് യൂസ് ചെയ്ത് നോക്കോ കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് പ്ലമ്മിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മുടെ ഈ ഒരു മോയിസ്ചറൈസർ ആണ്. അപ്പൊ ഈ ഒരു മോയിസ്ചറൈസർ വന്നിട്ട് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ക്ലിയർ മോയിസ്ചറൈസ് ജെൽ ക്രീമാണ്. ഇതൊരു ജെൽ പോലെയുള്ള ഒരു ക്രീമാണ്. ജെല്ലാണോന്ന് വെച്ചാൽ ജെല്ലാണ്, ക്രീമാണോന്ന് വെച്ചാൽ ക്രീമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണിത് കേട്ടോ. അപ്പൊ ഇതിന് 2% ആണ് നിയാസിനമൈഡ് ഉള്ളത്. നമ്മുടെ സെറത്തിൽ വന്നിട്ട് 10% ആയിരുന്നു നിയാസിനമൈഡ് ഉണ്ടായിരുന്നത് കേട്ടോ.
പിന്നെ ഈ ഒരു സെറത്തിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രൈറ്റൻസ് ഫ്രം ഫസ്റ്റ് യൂസ്. നമ്മുടെ ആദ്യത്തെ യൂസ് തൊട്ട് തന്നെ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയപോലെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ ഫേഡ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള പാടും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതൊക്കെ, കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാട് അങ്ങനത്തെയൊക്കെ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അതൊക്കെ ഫേഡ് ചെയ്ത് കളയും. അതൊക്കെ മങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും, ഞാൻ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു ഭയങ്കര കളറുള്ളതാണ് ബ്യൂട്ടി എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം എന്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കളറൊന്നും ഇല്ലാത്ത ഒരു സ്കിൻ ടോൺ ആണ് എനിക്ക്. പക്ഷെ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഈ ഒരു കൊണ്ട് നടക്കുന്ന നമ്മുടെ ഒരു സ്കിന്നിന്റെ ആ ഒരു ഹെൽത്തിനെസ് ഉണ്ടല്ലോ, ഒരു ആരോഗ്യം, ആ ഒരു സ്കിന്നിന്റെ ഹെൽത്ത് നല്ലതുപോലെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് വെളുത്തു പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് വെളുത്താൽ മാത്രമാണോ ബ്യൂട്ടി എന്നുള്ള ഒരു ഇത് ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ, അത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളതെന്ന്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഞാൻ ഫസ്റ്റ് ബോട്ടിൽ എവിടെയോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പം ഇതിപ്പോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ആക്കിയാൽ അത് താഴോട്ട് വെള്ളം പോലെ ഇങ്ങനെ വീഴാനിരിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നോക്ക, നമുക്ക് അങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ബട്ടർ പോലെ ഇങ്ങനെ ഒഴുകി പോവാന്ന് പറയില്ല, ഒരു ബട്ടർ പോലെ ഇങ്ങനെ പോവാന്ന്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരിതാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പർപ്പിളിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പർപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ കിട്ടുന്നതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. രണ്ടിനും അഫോർഡബിൾ റേറ്റിൽ തന്നെ കിട്ടുന്നതാണ്. ഒരു 300, ഒരു 400-നകത്ത് രണ്ടിന്റെ റേഞ്ച് വന്നിട്ട് ഒരു 400-നകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രാൻഡ് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് എന്റെ ഈ ഒരു കമന്റ് ബോക്സിൽ എന്നെ അറിയിച്ചാൽ മതി. അപ്പൊ ഞാനത് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും. ഓക്കെ. അഥവാ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ റിസൾട്ട് കിട്ടിയതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ എങ്ങനെയുണ്ട് ഇല്ല എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ. അപ്പൊ ഞാൻ കുറെ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഒരു കുറച്ച് ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. കാരണം എനിക്ക് ലോങ് വീഡിയോ ഇടാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഉപയോഗിച്ച് വരുമ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരും ഇത് കയറി നോക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുക. പർപ്പിളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ അല്ലാതെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതിലേക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ പർപ്പിളിൽ തന്നെയാണ് മേടിക്കുന്നത് ഈ പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്നിട്ട് ആ ആപ്പിൽ ചെന്നിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ, നിങ്ങളും യൂസ് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എങ്ങനെയുണ്ട്, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി ആരെങ്കിലും പുതുതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.